സമൂഹ മാധ്യമ ഭീമൻ ഫേസ്ബുക്ക് ഇന്ത്യ സർക്കാരിനോട് മാപ്പ് പറഞ്ഞു. ഫേസ്ബുക്ക് ഉടമ മാർക്ക് സക്കർബർഗ് 2024 പൊതു തിരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ നിലവിലെ ഭരണകക്ഷി തോറ്റുവെന്നും ഭരണമാറ്റം ഉണ്ടായി എന്നും ഇന്റർവ്യൂവിൽ പറഞ്ഞതിനായിരുന്നു മാപ്പ്. 2024 പൊതു തിരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള മെറ്റ ബോസ് മാർക്ക് സക്കർബർഗിന്റെ പരാമർശത്തെ ചൊല്ലിയുള്ള വൻ തർക്കങ്ങൾക്കിടയിലാണ് മാപ്പ് വന്നിരിക്കുന്നത്. എന്നാൽ സക്കർബർഗ് പറഞ്ഞതിന് ഫേസ്ബുക്ക് ഇന്ത്യൻ പ്രതിനിധിയാണ് മാപ്പ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യ സർക്കാർ ഇത് അംഗീകരിക്കുമോ എന്നും കാത്തിരുന്ന് കാണാം. ഇതിനിടെ അടുത്ത നടപടിയുമായി ഇന്ത്യ സർക്കാർ മാർക്ക് സക്കർബർഗിനും ഫേസ്ബുക്കിനും സമൻസ് അയക്കും. 2024 ഇന്ത്യൻ പൊതു തിരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ബോസ് മാർക്ക് സക്കർബർഗിന്റെ പരാമർശത്തിൽ സോഷ്യൽ മീഡിയ ഭീമനായ മെറ്റയ്ക്ക് പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി സമൻസ് അയക്കും. തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചതിന്റെ പേരിൽ മെറ്റയെ വിളിക്കുമെന്ന് BJP MPയും കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ഹൗസ് പാനൽ ചെയർമാനുമായ നിഷികാന്ത് ദുബെ പറഞ്ഞു. ഒരു ജനാധിപത്യ രാജ്യത്തെ കുറിച്ചുള്ള തെറ്റായ വിവരങ്ങൾ അതിന്റെ പ്രതിച്ഛായയെ മോശമാക്കുന്നു. ഈ തെറ്റിന് സംഘടന പാർലമെന്റിനോടും ഇവിടുത്തെ രാജ്യത്തെ ജനങ്ങളോടും മാപ്പ് പറയണം. ദുബെ എക്സിൽ ഇങ്ങനെയാണ് ഫേസ്ബുക്കിനെതിരെ കുറിച്ചിരിക്കുന്നതും. കോവിഡിന് ശേഷം നടന്ന തിരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ അടക്കം ഭരണമാറ്റം ഉണ്ടായി എന്നും ഭരണകക്ഷികൾക്ക് തിരിച്ചടി ഉണ്ടായി എന്നുമായിരുന്നു പരാമർശം. 800 മില്യൺ ആളുകൾക്ക് സൗജന്യ ഭക്ഷണം, അതേപോലെ 2.2 ബില്യൺ സൗജന്യ വാക്സിനുകൾ, കോവിഡ് സമയത്ത് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾക്ക് സഹായം, അതിവേഗം വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യയെ നയിക്കുന്നതുവരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർണായക 3ാം ടേമിലെ വിജയം നല്ല ഭരണത്തിന്റെയും പൊതുജന വിശ്വാസത്തിന്റെയും തെളിവാണ്. മെറ്റ മിസ്റ്റർ സക്കർബർഗിൽ നിന്ന് തന്നെ തെറ്റായ വിവരങ്ങൾ കാണുന്നത് നിരാശാജനകമാണ് എന്നും കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ഹൗസ് പാനൽ ചെയർമാനുമായ നിഷികാന്ത് ദുബെ പറഞ്ഞു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ ഭരണകക്ഷി തോറ്റുപോയി എന്നും കോവിഡ് കാലത്ത് വേണ്ടത്ര രീതിയിൽ ജനങ്ങളെ സേവിക്കാത്തതാണ് കാരണം ഇത്തരം പരാജയങ്ങൾക്ക് പിന്നിലെന്നും പറഞ്ഞിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പാർലമെന്ററി സമിതി നടപടിയെടുക്കുന്നത്. പാർലമെന്ററി സമിതിക്ക് ഇത്തരത്തിൽ നടപടിയെടുക്കാനുള്ള അധികാരമുണ്ട്. ഇന്ത്യയിൽ നടന്ന തിരഞ്ഞെടുപ്പിനെ ഫേസ്ബുക്ക് സ്ഥാപകൻ തെറ്റായ രീതിയിൽ ലോകം മുഴുവൻ വ്യാഖ്യാനിക്കുകയും തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിനെ പരാജയപ്പെട്ടു എന്ന രീതിയിൽ വിശേഷിപ്പിക്കുകയുമായിരുന്നു. ഇത് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തോടും തിരഞ്ഞെടുപ്പിനോടും ഫേസ്ബുക്ക് സ്ഥാപകനും അദ്ദേഹം നടത്തിയ അവഹേളനമായിട്ടാണ് കേന്ദ്ര സർക്കാർ പരിഗണിച്ചിരിക്കുന്നതെന്നും ഫേസ്ബുക്ക് സ്ഥാപകൻ അതിന്റെ ഉടമസ്ഥനും ആയിട്ടുള്ള മാർക്ക് സക്കർബർഗിനെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ എത്തിക്കുമോ എന്ന കാര്യം അറിയില്ല. ഫേസ്ബുക്ക് സ്ഥാപകൻ ഇക്കാര്യത്തിൽ പാർലമെന്ററി സമിതി നോട്ടീസ് അയക്കും. ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാമർശങ്ങൾ പിൻവലിച്ച് പാർലമെന്റിൽ സമ്മതിക്കുക. മുൻപിൽ ഹാജരായിട്ടില്ല എങ്കിൽ ഇന്ത്യയിൽ ഫേസ്ബുക്കിന്റെ പ്രവർത്തനം തന്നെ നിർത്തിവെക്കുവാൻ കേന്ദ്ര സർക്കാരിന് സാധിക്കും. വർഷങ്ങൾക്ക് മുൻപ് ചൈനയ്ക്ക് എതിരായിട്ടുള്ള നീക്കവും അന്ന് ചൈനയുടെ ഇന്ത്യയിലെ ഏറ്റവും ശക്തമായിട്ടുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായിട്ടുള്ള ടിക്ടോക്ക് ഉൾപ്പെടെ ഇന്ത്യ നിരോധിച്ചിരുന്നു. 52 ചൈനീസ് ആപ്പുകളാണ് അന്ന് ഇന്ത്യ നിരോധിച്ചത്. ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോൾ ടിക്ടോക്ക് അടക്കം ഇന്ത്യയിൽ നിന്ന് അപ്രത്യക്ഷമാകുകയായിരുന്നു. എന്നിട്ടും ഇന്ത്യയിലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന് ഒന്നും സംഭവിച്ചിട്ടില്ല. കേന്ദ്ര ഗവൺമെന്റിന്റെ ഫേസ്ബുക്കിനെതിരായിട്ടുള്ള നീക്കം രാജ്യവ്യാപകമായി മാത്രമല്ല ലോക ശ്രദ്ധ നേടിയിരിക്കുകയാണിപ്പോൾ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.